ദൈവം തന്റെ പൗരോഹിത്യത്തിൽ വിളിച്ചു ചേർത്ത് കൂടെ കൂട്ടിയ വിശ്വസ്തനായ വന്യ അഗസ്റ്റിൻ പുലിമൻ പുരോഹിത ജീവിതയാത്രയെ നന്ദിയോടെ ഓർത്ത് തമ്പുരാന് കൃതജ്ഞത ബലി അർപ്പിക്കുന്ന ധന്യ ദിവസത്തിലാണല്ലോ നാം ഇന്ന്. വന്യ കോർപ്പിസ്കോപ്പയുടെ നാളിതുവരെയുള്ള ജീവിതത്തിന്റെ ഒരു ലഘു അവതരണം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിൽ പുലിമുറ്റത്ത് വീട്ടിൽ പരേതരായ മലഞ്ചരക്ക് വ്യാപാരി അഗസ്റ്റിൻ്റെതും കത്രീനയുടെയും 5 മക്കളിൽ 4-മനായി ജോർജ് കുട്ടി ജനിച്ചു. 1949 ഒക്ടോബർ 3 വടശ്ശേരിക്കര സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട മാത്യു തേക്കക്കാട്ടിൽ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അഗസ്റ്റിൻ എന്ന ജ്ഞാനസ്നാന പേര് സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ പഠനം വടശ്ശേരിക്കര കുമരംപേരൂർ GLPS സ്കൂളിലും 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ റാന്നി പെരുന്നാട് ഉള്ള കക്കാട് MSc UPSലും 8 മുതൽ 10 വരെ ചിറ്റാർ കൂത്താട്ടുകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി നടത്തി. SSLC പാസ്സായ ശേഷം പട്ടം അലോഷ്യസ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി സീതത്തോട് ഇടവകയുടെ വികാരി റവറന്റ് ഫാദർ സാമുവേൽ തെങ്ങുവിളയിൽ തന്റെ സഹവികാരിയായ വന്യ ഗീവർഗീസ് മാവേലിൽ കോർപ്പിസ്കോപ്പ അച്ഛനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് അയച്ചു. 1965 ജൂൺ 6 സെമിനാരിയിൽ ചേർന്നു. മൈനർ സെമിനാരി പഠനകാലത്ത് 2 വർഷം മാർ ഇവാനിയോസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ടീച്ചർ തിളക്കമാർന്ന വിജയം നേടി. മൈനർ സെമിനാരി പഠനത്തിന് ശേഷം മേജർ സെമിനാരി പഠനത്തിനായി മംഗളൂരിലെ സെന്റ് ജോസഫ് ഇന്റർ ഡയസിഷൻ സെമിനാരിയിൽ ചേർന്നു. അവിടെ ഫിലോസഫി തിയോളജി പഠനത്തിന് ശേഷം 1976 ഏപ്രിൽ 6 അഭിമന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായിൽ നിന്ന് സീതത്തോട് ഇടവകയിൽ വെച്ച് പട്ടം സ്വീകരിച്ചു. 7 പുത്തൻ കുർബാനയോടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. വന്യ കോർപ്പിസ്കോപ്പ ശുശ്രൂഷ ചെയ്ത ദേവാലയങ്ങൾ മാവേലിക്കര രൂപതയിൽ കൈതക്കോട് സെന്റ് ജോർജ്, കൊടുവിള സെന്റ് ഏലിയാസ് എന്നീ പള്ളികളിൽ സഹവികാരിയായും ശൂരനാട്, പോലുവഴി, പാവുമ്പ, ശൂരനാട് നോർത്ത് എന്നീ പള്ളികളിൽ വികാരിയായും ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം 2 വർഷം ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിൽ നിന്ന് MPH പഠനം പൂർത്തിയാക്കി. തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ അടൂർ സേക്രഡ് ഹാർട്ട്, പറക്കോട്, പുനലൂർ സെന്റ് ജോസഫ്, വിളക്കുവെട്ടം, മഞ്ഞമൻ കാല എന്നീ ഇടവകയിൽ ശുശ്രൂഷിച്ചു. പാറശാലയിൽ വെണ്ണിയൂർ സെന്റ് ജോസഫ്, പുന്നക്കുളം, ചൊവ്വര, മുല്ലൂർ സെന്റ് ഫ്രാൻസിസ്, കലുവട്ടാംകുഴി, കലമൺ, കാനക്കുഴി എന്നീ ഇടവകയിലും ശുശ്രൂഷിച്ചു. പത്തനംതിട്ട രൂപതയിൽ തണ്ണിത്തോട്, കരിമാത്തോട്, മണ്ണീറ, വകിയ, ആഞ്ഞിലിക്കുന്ന്, മുതുവേഴിക്കൽ, എളപ്പുപാറ, പറന്തൽ, തട്ട സെന്റ് ആന്റണീസ്, കൈപ്പട്ടൂർ സെന്റ് അഗസ്റ്റിൻസ്, തുമ്പവൺ സെന്റ് തോമസ്, ഉള്ളന്നൂർ സെന്റ് മേരീസ്, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കോന്നി സെന്റ് മേരീസ് ദേവാലയത്തിലും വികാരിയായി ശുശ്രൂഷ നിർവഹിച്ചു. തിരുവനന്തപുരം മേജർ അതിരൂപത അടക്കം 4 രൂപതകളിലായി 31 ദേവാലയങ്ങളിലും 4 വൈദിക ജില്ലകളിൽ അടൂർ, പുനലൂർ, കാട്ടാക്കട, കോന്നി ജില്ലാ വികാരിയായും ശുശ്രൂഷ ചെയ്തു. വന്യ കോർപ്പിസ്കോപ്പ ശുശ്രൂഷ ചെയ്ത സ്ഥാപനങ്ങൾ 1983 മുതൽ 92 വരെയുള്ള വർഷങ്ങൾ തണ്ണിത്തോട് കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷ കാലത്ത് സെയിന്റ് ബെനഡിക്ട് MSc ഹൈസ്കൂളിന്റെ ലോക്കൽ മാനേജറായും അതിന്റെ ഫീഡിംഗ് സ്കൂളായി സെന്റ് ജോർജ് നഴ്സറി LP സ്കൂളിന്റെ സ്ഥാപകനായും ശുശ്രൂഷ നിർവഹിച്ചു. തണ്ണിത്തോട് പള്ളിക്ക് പുതിയ മക്ബഹായും തേക്കുതോട് കേന്ദ്രീകരിച്ച് പുതിയ പള്ളിയുടെ പണികൾക്കും നേതൃത്വം നൽകി. 1992 മുതൽ 96 വരെ അടൂരിൽ ആയിരുന്ന കാലത്ത് ഹോളി ഏഞ്ചൽ സ്കൂളിന്റെയും PVLPSന്റെയും പറന്തൽ MSc LPSന്റെയും ലോക്കൽ മാനേജറായും നാലാഞ്ചിറ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി പാസ്റ്റർ തിയോളജി വിസിറ്റിംഗ് പ്രൊഫസറായും ശുശ്രൂഷ ചെയ്തു. 1995 പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്ട് അത്യുന്നത കർദിനാൾ സിൽവസ്ത്രീനി തിരുമേനി കേരളം സന്ദർശിച്ചപ്പോൾ മലങ്കര സഭയുടെ പൊതുവായ സ്വീകരണം അടൂരിൽ വെച്ച് ജനറൽ കൺവീനറായിരുന്ന അഗസ്റ്റിൻ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്നു. 1996 മുതൽ 2001 വരെ വെണ്ണിയൂരിൽ ആയിരുന്നപ്പോൾ പഴയ പള്ളിക്കും DM കോൺവെന്റ് പ്രൊവിൻഷ്യൽ ഹൗസിനും ഇടയ്ക്കുള്ള സ്ഥലം പുതിയ പള്ളിക്കായി വാങ്ങുകയും വെണ്ണിയൂർ MSc UPSന്റെയും LP സ്കൂളുകളുടെയും ലോക്കൽ മാനേജറായി പ്രവർത്തിച്ചു. 2001 മുതൽ 2006 വരെ തിരുവനന്തപുരം
തിരുവനന്തപുരം അരമനയിൽ താമസിച്ച് ഇന്ന് നാം കാണുന്ന തിരുവനന്തപുരം മേജർ അതിരൂപത, പാറശാല, മാവേലിക്കര, പത്തനംതിട്ട രൂപതകളിൽ ചേർന്ന അഭിവക്തി തിരുവനന്തപുരം അതിരൂപതയുടെ MSc സ്കൂളുകളുടെ കറസ്പോണ്ടന്റായി ശുശ്രൂഷ നിർവഹിച്ചു. നാലാഞ്ചിറയിലുള്ള മാർ ബെസിലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ അപേക്ഷാ സമർപ്പണം മുതൽ ആദ്യ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ സാറിന്റെ നിയമനവും കേന്ദ്രമന്ത്രി ശ്രീ മുരളി മനോഹർ ജോഷി വന്ന് ഉദ്ഘാടനം നിർവഹിച്ചതുവരെയുള്ള കാര്യങ്ങളിൽ എഡ്യൂക്കേഷണൽ സെക്രട്ടറി എന്ന നിലയിൽ നിർണായകമായ ഇടപെടലും ശുശ്രൂഷയും നൽകുന്നതിന് സാധിച്ചു. കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രൈവറ്റ് മാനേജ്മെന്റിനോട് വാങ്ങി MSc സ്കൂളുകളുടെ കൂടെ ചേർക്കുന്നതിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചു. പട്ടം MSc സ്കൂളുകളുടെ കറസ്പോണ്ടന്റ് എന്ന നിലയിൽ കേരള ഹൈക്കോർട്ടിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യുന്നതിനും തത്തുല്യമായ സീറ്റുകൾ കിഴക്കേ തെരുവ് സെന്റ് മേരീസ് HS നൽകണമെന്ന് കേസ് കൊടുത്ത് അനുകൂലമായ വിധി ലഭിച്ച് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് കിഴക്കേ തെരുവിലെ സ്കൂൾ. അഭിമന്യ സിറിൽ മാർ ബസേലിയോസ് പിതാവിന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി മാനേജ്മെന്റിലെ അധ്യാപക അനധ്യാപകരുടെ ഒരു സംഗമം പട്ടം സെന്റ് മേരീസ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. 2006 മുതൽ 2010 വരെ പുനലൂർ പള്ളിയിൽ ആയിരുന്നപ്പോൾ പണി ആരംഭിച്ചിരിക്കുന്നതായ ഓഡിറ്റോറിയത്തിന്റെ പണി തീർത്ത് കൂദാശ ചെയ്ത് ജനത്തിന് സമർപ്പിക്കുന്നതിനും അച്ഛന് സാധിച്ചു. 2013 മുതൽ 2016 വരെ തുമ്പമൺ പള്ളിയിൽ ആയിരുന്നപ്പോൾ കൈപ്പട്ടൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിക്ക് വേണ്ടി കൈപ്പട്ടൂർ ജംഗ്ഷനിൽ സെന്റ് ജൂഡിന്റെ ബഹുമാനാർത്ഥം ഒരു കുരിശടി നിർമ്മിക്കുന്നതിനും നേതൃത്വം നൽകി. 2013 മുതൽ 2017 വരെ പത്തനംതിട്ട രൂപതയിലെ സ്കൂളുകളുടെ കറസ്പോണ്ടന്റ് ആയിരുന്നപ്പോൾ സർക്കാരിന്റെ പ്രത്യേക വിജ്ഞാപനം ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകൾക്ക് ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന വിജ്ഞാപന പ്രകാരം മൈലമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി ലഭിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ സ്കൂളുകളുടെ കറസ്പോണ്ടന്റ് എന്ന നിലയിൽ ചെയ്ത് സഹായിക്കുന്നതിനും അച്ഛന് സാധിച്ചു. 2016 മുതൽ 2023 വരെ തട്ടയിൽ ആയിരിക്കുമ്പോൾ അവിടെ ഒരു നല്ല ഓഡിറ്റോറിയം പണി തീർത്ത് നൽകുവാനും അച്ഛന് സാധിച്ചു. 2023 ഏപ്രിൽ 29 സഭ കോറബിസ്കോപ്പ സ്ഥാനം നൽകി ആദരിച്ചു. ഞാനവിടെ നമ്മുടെ മേജർ അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ജില്ലകൾ കേന്ദ്രമാക്കിയുള്ള വിശുദ്ധ കുർബാനയും സമ്മേളനവും നടക്കുകയാണ്. ആ സമ്മേളനം 1000-ഓളം പേര് വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ വന്നിട്ടുണ്ട്. താഴെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് കൈമത്തിന് മുമ്പ് വികാരിച്ച് സാക്ഷാൽ അഗസ്റ്റിനച്ഛൻ അനൗൺസ് ചെയ്തു. ചടങ്ങുകളൊക്കെ കഴിയാറായി. ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം അഭിനയ തിരുമേനിയും ഞാനും കൂടെ മേടയിലോട്ട് പോകും. മേടയിലോട്ട് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും എൻ്റെ ചെലവിൽ ഓരോ ഉണ്ണിയപ്പം വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോണം. അച്ഛൻ ഓരോരുത്തരോടും ഇടപെടുന്നതും അച്ഛൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതും ഞങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ വലിയ ദേഷ്യത്തിലാണോ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കും. അഗസ്റ്റിനെ അറിയാവുന്നവർക്ക് അറിയാം, അച്ഛൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്നേഹം. അച്ഛനും അച്ഛൻ്റെ ഡ്രൈവറുമായുള്ള സംഭാഷണം ഞാൻ നേരിട്ടും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ ഉയർന്ന സ്വരത്തിൽ സംസാരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ പേര് ഞാൻ മറന്നുപോയി. ബിജു സന്തോഷത്തോടെ അവൻ പോകുന്നതിന് കാരണമുണ്ട്. പള്ളി ഒക്കെ വികാരിയായിട്ടൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. കഴിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഞാൻ തട്ടപ്പള്ളിയിൽ കയറി ചെന്നു. അപ്പോൾ ഞാൻ ഡ്രൈവർ അരുണിനോട് പറഞ്ഞു, അച്ഛനെ പ്രദേശത്തെവിടെങ്കിലും കാണും, നീ ഒന്ന് അന്വേഷിക്കും, എനിക്കൊന്ന് മുഖം കഴുകി കർത്തവ്യമായ വീട്ടിലൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അവനവിടെ ചെന്നു നോക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ ആരുമില്ല പിതാവേ. ഞാൻ പറഞ്ഞു, ഈ അടുക്കള ഭാഗത്തോടൊക്കെ ഒന്ന് നോക്ക്. എന്നിട്ട് ഇതുകൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഊണുമേശയിൽ എന്തെങ്കിലും ഭക്ഷണം ലൈവായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ അച്ഛനുണ്ട് എന്നാണ് എൻ്റെ അടയാളം. പകുതി കഴിച്ചിട്ട് എന്തോ പരിപാടിക്ക് പോയിരിക്കുകയാണ്, തിരിച്ചു വരും. അവൻ പറഞ്ഞു, ഇവിടെ ആരുമില്ല, പറമ്പിൽ ഒരുത്തം നിന്ന് കിളയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങോട്ടൊന്നും ചെല്ല.
ചെന്ന് പറഞ്ഞു, അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ അവനോട് ചോദിച്ചു, നീ ഏതാ? അവൻ പറഞ്ഞു, ഞാൻ ബാബാതിരിപ്പൻ്റെ ഡ്രൈവറാണ്. അതാവന്തി വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഓ, ഞാനിപ്പോൾ വരാം. അച്ഛൻ എന്ത് ചെയ്യും? ഞാനാണ് അച്ഛൻ. അന്ന് അവിടുത്തെ തെങ്ങിൻ്റെ ചുവട്ടിൽ വളമിടുകയോ കൃഷിപ്പണിയൊക്കെ ചെയ്യുകയാണ്. ആ കിളച്ചോണ്ടിരുന്ന വേഷത്തിൽ തന്നെ എൻ്റെ അടുത്ത് വന്നു. എന്നോട് ആദ്യം ചോദിച്ചു, വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കള്ളം പറയേണ്ടതില്ലല്ലോ, ഇന്നൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് സമയമില്ല, എനിക്ക് ഉടനെ പോയാൽ മതി. ഇങ്ങനെയുള്ള സാധാരണ കാഴ്ചകൾ കാണാനും സംസാരിക്കാനും ഒന്നും പുതിയ ലോകത്ത് സാധ്യമല്ലല്ലോ. അച്ഛനെനിക്ക് വെള്ളമൊക്കെ തയ്യാറായി കൊണ്ടുവന്നു. അതിന് ചെന്തോ പണിയാണ്, കുറച്ച് തെങ്ങിലൂടെ വളമിടാനുണ്ട്. വെറുതെ ഇരിക്കുമല്ലോ, സമയം ഉണ്ടല്ലോ. സാധാരണ അത് ഈ ദേശത്തു നിന്ന് കൃഷി സംസ്കാരത്തിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് അച്ഛന് ലഭിച്ചിട്ടുള്ള ഒരു സാധാരണ ജീവിത ശൈലിയാണ്. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ കൃപാവരങ്ങൾക്കൊന്നും കുറവ് വരില്ലല്ലോ. നമ്മുടെ സഭയുടെ അവികസിതമായ പ്രദേശങ്ങളിലെ ശുശ്രൂഷയ്ക്കാണ് അച്ഛനെപ്പോഴും വലിയ സന്തോഷം കണ്ടെത്തിയിരുന്നത്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മുടെ അച്ഛൻ ഏത് ഇടവകയിൽ ഒരു ചുമതല ഏൽപ്പിച്ചാലും അവിടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം അദ്ദേഹം ചെയ്യും. സഭയുടെ വലിയ ഒരു സമർപ്പണ ശുശ്രൂഷയിൽ അച്ഛൻ 50 വർഷക്കാലം ഈ സഭയെ നെഞ്ചോട് ചേർത്ത് സന്തോഷത്തോടെ കെട്ടിപ്പടുത്തത് വളരെ ആദരവോടുകൂടി കാണുന്നു. അച്ഛൻ തുടങ്ങി വെച്ചിട്ടുള്ള സമർപ്പണത്തിൽ പിന്നാലെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട കൈതോളച്ചൻ ഇവിടെയുണ്ട്. സഭയിലെ മഹത്തായ ഒരു ദൈവാലയം പണിത് ഉദാശ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അച്ഛനെയും ഈ കേക്ക് കട്ട് ചെയ്ത് ഈ ജൂബിലിയുടെ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമയത്ത് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്. So